നമ്മുടെ വർക്കൗട്ട് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാകുന്നത് ഡയറ്റിലായിരിക്കും അല്ലേ. ഡയറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് മീറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺഷ്യസ് ആകുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് എത്ര വേണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 60 കിലോ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം. നിങ്ങൾ പലരിടത്ത് ഈ ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം നമ്മുടെ ബോഡി വെയിറ്റിൻ്റെ എത്ര ഗ്രാം പ്രോട്ടീൻ പെർ ഡേ നമ്മൾ ഇൻടേക്ക് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരു 60 kg വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയെയാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസം എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം എന്നാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫാറ്റ് പെർസെൻറ്റേജ് ഞാൻ എടുക്കുന്നത് 20% ആണ്. ഇതിന്റെ ഫാറ്റ് പെർസെൻറ്റേജ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഫാറ്റ് ഫ്രീ മാസ് എന്ന് പറയുന്നത് 20% ഫാറ്റ് ആണെങ്കിൽ റിമൈനിങ് 80% ആയിരിക്കും അദ്ദേഹത്തിന്റെ റിമൈനിങ് ബോഡി മാസ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഫാറ്റ് ഫ്രീ മാസ് എടുക്കണം, അതേപോലെ തന്നെ ബോഡി വെയിറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫാറ്റ് ബോഡി വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 60 × 80/100 ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 48 kg എന്നുള്ളത് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാറ്റ് ഇല്ലാത്ത ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 48 കിലോയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് 48 എന്നുള്ളത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് എത്ര ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം അത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത് നോർമൽ സെഡിമെന്ററി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് ഗുണം 0.8 എത്രയാണോ അതായിരിക്കും അദ്ദേഹത്തിന് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ ഇൻടേക്ക്. ഈ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ബോഡി വെയിറ്റിൻ്റെ 1.2 എത്രയാണോ വരുന്നത് അത്രയും ഗ്രാം പ്രോട്ടീൻ അദ്ദേഹം പെർ ഡേ ഇൻടേക്ക് ചെയ്യണം. ഇനി അദ്ദേഹം ഒരു ആക്റ്റീവ് ജിമ്മിലൊക്കെ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ബോഡി വെയിറ്റിന്റെ 1.5 എത്രയാണോ അത്രയും ഗ്രാം പ്രോട്ടീൻ അദ്ദേഹം ഒരു ദിവസം ഇൻടേക്ക് ചെയ്യേണ്ടി വരും. ഇനി ഒരു ഫാറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ബോഡി ഒന്ന് റീബിൽഡ് ചെയ്യണം, ഒരു റീകമ്പോസിനൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ബോഡി വെയിറ്റ് എത്രയാണോ അതിന്റെ 1.8 to 2.2 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ അദ്ദേഹം ഇൻടേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് എത്ര ഗ്രാം ഓഫ് പ്രോട്ടീൻ നമുക്ക് വേണം അതനുസരിച്ച് നമ്മൾ ഡയറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഓവറായിട്ട് പ്രോട്ടീൻ 2x 3x ഒക്കെ പ്രോട്ടീൻ എടുത്തിട്ട് ഒരുപാട് പൈസ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം ബീങ് ആയിട്ടുള്ള ജേണിയാണ്. അപ്പോൾ 1 മാസം 2 മാസം 3 മാസം കൂടി 2x 3x പ്രോട്ടീൻ ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടത് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.